എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ബൈബിളിലെ മനോഹരമായ ഒരു ഉദ്ധരണിയാണിത്. ശിശുക്കൾ, നിർമ്മലരായ കുഞ്ഞുങ്ങൾക്ക് പിണക്കവും ഇണക്കവും എന്റേതും നിന്റേതും എന്ന ഭാവമോ വലിയവനും ചെറിയവനോ എന്നതോ വിഷയമല്ല. നിഷ്കളങ്കമായ ആ സ്വഭാവത്തിന് ഉടമകളായി തീരണം നാം ഓരോരുത്തരും എന്നതാണ് ഈ ബൈബിൾ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 വയസ്സിന് താഴെ പ്രായമുള്ള ടെസ അവളുടെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന തന്റെ സ്വന്തം പണപ്പെട്ടി കയ്യിലെടുത്തു. അവൾ അത് പൊട്ടിച്ച് അതിനുള്ളിലുള്ള നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി. ആ തുക ഒരു കടലാസിൽ പൊതിഞ്ഞ് അവളുടെ വീടിനടുത്തുള്ള മരുന്ന് കടയിലെത്തി. കടയിൽ നല്ല തിരക്കായിരുന്നു. അല്പനേരം അവൾ ക്ഷമയോടെ നിന്നു. കുറച്ചു സമയത്തിനു ശേഷം ഫാർമസിസ്റ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാനായി കയ്യിലിരുന്ന കോയിൻ കൊണ്ട് മേശപ്പുറത്ത് തട്ടി. ഫാർമസിസ്റ്റ് അല്പം ദേഷ്യത്തോടെ എന്താ കുട്ടി വേണ്ടതെന്ന് ചോദിച്ചു. കുട്ടി, ഞാൻ അല്പം തിരക്കിലാണ്. എന്റെ സഹോദരൻ നാളുകൾക്ക് ശേഷം ഇവിടേക്ക് വന്നതാണ്. ഞങ്ങൾ സംസാരിക്കട്ടെ. കൊച്ചുകുട്ടിയെ കണ്ടപ്പോൾ വെറുതെ എന്തെങ്കിലും ആവശ്യത്തിനായി വന്നതായിരിക്കാമെന്ന് കരുതിയാണ് മരുന്ന് കടക്കാരൻ അങ്ങനെ പ്രതികരിച്ചത്. പെട്ടെന്ന് കൊച്ചു ടെസ മറുപടിയായി പറഞ്ഞു, ഞാൻ വന്നത് എന്റെ സഹോദരനെ പറ്റി പറയാനാണ്. എന്റെ അച്ചാച്ചന് തലയ്ക്കുള്ളിൽ എന്തോ വളരുന്നു എന്ന് പറയുന്നു. ഞാൻ ഇവിടെ നിന്നൊരു അത്ഭുത മരുന്ന് വാങ്ങാനാണ് വന്നത്. അത്ഭുത മരുന്നോ? അത് വാങ്ങാനാണോ ഇവിടെ വന്നത്? അങ്ങനെ ഒരു മരുന്ന് ഇവിടെ ഇല്ലല്ലോ. അല്ല അങ്കിൾ, എന്റെ ഡാഡി പറഞ്ഞു ഒരു അത്ഭുതത്തിന് മാത്രമേ എന്റെ അച്ചാച്ചനെ സൗഖ്യമാക്കുവാൻ കഴിയൂ എന്ന്. ഡാഡിയുടെ കയ്യിൽ അതിനുള്ള പൈസയില്ല. അതിന് എന്ത് വിലയാകും? ആ പിഞ്ചു ബാലികയുടെ ചോദ്യം കേട്ട് ചിരിച്ചുകൊണ്ട് ഫാർമസിസ്റ്റ് പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മോൾ ക്ഷമിക്കണം. അങ്കിൾ, ഞാൻ അതിനുള്ള പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ $1.10 ഉണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി എങ്ങനെയെങ്കിലും കൊണ്ടുതരാം. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ട് അവിടെ നിന്നിരുന്ന കാഴ്ചയിൽ ഏതോ വലിയ വ്യക്തി എന്ന് തോന്നുന്ന ഫാർമസിസ്റ്റിന്റെ സഹോദരൻ ടെസയുടെ അടുക്കിലേക്ക് എത്തി. മോളുടെ അച്ചാച്ചന് എന്ത് അത്ഭുതമാണ് വേണ്ടത്? പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. എനിക്കറിയില്ല അങ്കിൾ, അച്ചാച്ചൻ എന്തോ വലിയ സൂക്കേടാണ്. മമ്മി പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ്. ഡാഡിയുടെ കയ്യിൽ അതിനുള്ള പണമില്ല. ആട്ടെ, മോളുടെ കയ്യിൽ എത്ര പണമുണ്ട്? $1.10. ആഹാ, കൊള്ളാമല്ലോ. മോളുടെ അച്ചാച്ചന് വേണ്ട അത്ഭുതത്തിന്റെ കൃത്യമായ വിലയാണിത്. അദ്ദേഹം ആ പൈസ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. മറ്റേ കൈകൊണ്ട് കുട്ടിയെ പിടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് നടന്നു. ഞാൻ നിന്റെ അച്ചാച്ചനെ ഒന്ന് കാണട്ടെ. നീ ആവശ്യപ്പെടുന്ന അത്ഭുതം എനിക്ക് തരാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. അദ്ദേഹം പ്രസിദ്ധനായ ന്യൂറോ സർജൻ ഡോക്ടർ കാൾട്ടൺ ആയിരുന്നു. രോഗിയുടെ സർജറി അദ്ദേഹം ചെയ്തു കൊടുത്തു. ടെസയുടെ അച്ചാച്ചൻ ജീവിതത്തിലേക്ക് നടന്നു കയറി. ആ ശസ്ത്രക്രിയ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഒരുപാട് ചിലവ് വരുമായിരുന്ന ആ ശസ്ത്രക്രിയ പ്രതിഫലമായി ഒന്നും വാങ്ങാതെ അദ്ദേഹം ചെയ്തു കൊടുത്തു. ടെസയ്ക്കറിയാം ആ അത്ഭുതത്തിന്റെ വില. $1.10. നിഷ്കളങ്കയായ ഒരു കൊച്ചുകുട്ടിയുടെ വിശ്വാസം, ശൈശവത്തിന്റെ ആർജവം, നിഷ്കളങ്കത, സ്നേഹം, വിശ്വാസം എന്നിവയാണ് ടെസയിൽ ദർശിക്കുവാൻ കഴിയുന്നത്. ഈ ഭാവം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.